കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ വാട്സാപ്പിലേക്ക് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശം വരികയാണ്. സർക്കാർ ജീവനക്കാരെ ചേർത്ത് നിർത്തിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നാണ് ആ സന്ദേശത്തിന്റെ പൊരുൾ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്തിയ സംഭവത്തിൽ സർക്കാരിന് തിരിച്ചടി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെ വിവരങ്ങൾ ലഭിച്ചെന്നും വ്യക്തിഗത വിവരങ്ങൾ ഔദ്യോഗിക ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കരുതെന്ന മുൻകാല ഉത്തരവുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ കിട്ടിയെന്ന പ്രസക്തമായ ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് PR വർക്കിന്റെ ഭാഗമായി ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്തിയ സർക്കാരിന് ശക്തമായ തിരിച്ചടി തന്നെ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. എന്തായാലും വിശദാംശങ്ങൾ പരിശോധിക്കാം. അതായത് സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്തിയ സംഭവത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരെ രൂക്ഷ വിമർശനമായി കോടതി രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെ സ്പാർക്കിലെ വിവരങ്ങൾ ലഭിച്ചുവെന്നും വ്യക്തിഗത വിവരങ്ങൾ ഔദ്യോഗിക ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കരുതെന്ന മുൻകാല ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിമർശനം ഉയർന്നിരിക്കുന്നത്. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണിത്, ഗുരുതരമായ ആരോപണമാണെന്നും വീണ്ടും സന്ദേശം അയക്കാൻ പാടില്ല, ഇനി ഇത്തരത്തിലുള്ള സന്ദേശം അയക്കാൻ പാടില്ല എന്നും എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയതെന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. വിഷയത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള PR വർക്ക് നടക്കുകയാണ്. ആ PR പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം സന്ദേശങ്ങൾ വരുന്നത്. ഇതാദ്യമായിട്ടല്ല ഇത്തരം പ്രവർത്തനങ്ങളും നടത്തുന്നത്. പക്ഷേ ഇത് വിവിധ ആളുകളെ വിവിധ കാറ്റഗറികളായി തിരിച്ച് അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളാണ് വാട്സാപ്പ് മുഖാന്തരം അയക്കുന്നത്. ഇവിടെയാണ് സർക്കാരിന് ഒരു തിരിച്ചടി ഉണ്ടായിരുന്നത്. കോടതി ശക്തമായ തിരിച്ചടി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ? തീർച്ചയായും സർക്കാരിന് ഓരോ ദിവസവും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടികൾ അല്ലെങ്കിൽ തിരിച്ചടികളുടെ കാലമാണ് ഈ സർക്കാരിന്. ഈ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഉള്ള ഈ മാസങ്ങൾ നമുക്കറിയാം, ഓരോ വിഷയത്തിലും സർക്കാരിന്റെ PR ഉൾപ്പെടെയുള്ള ഓരോ വിഷയത്തിലും ഓരോ ദിവസവും തിരിച്ചടി തന്നെയാണ്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന സർക്കാർ ജീവനക്കാരുടെ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അവർക്കെല്ലാം വാട്സപ്പിൽ സന്ദേശങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ പേര് വെച്ച് ഇപ്പൊ പെൻഷൻ വാങ്ങുന്ന ആളാണെങ്കിൽ ആ പെൻഷൻ ഡീറ്റെയിൽസിന്റെ കാര്യങ്ങൾ പറയുന്നു. സർക്കാർ ജീവനക്കാരടക്കമുള്ളവരെ ഇത് ചെയ്യുന്നത് ഒരിക്കലും സർക്കാർ ഓഫീസുകളിൽ നിന്നല്ല, ഏതെങ്കിലും ഒരു PR ടീമിന് അല്ലെങ്കിൽ ഒരു വലിയ സിസ്റ്റത്തിന് മുന്നിൽ അല്ലെങ്കിൽ PR സിസ്റ്റത്തിന് മുന്നിൽ ഈ സാധാരണക്കാരായ സർക്കാർ ജീവനക്കാർ അടക്കമുള്ള സാധാരണക്കാരുടെ ഡേറ്റ നൽകിക്കൊണ്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയല്ല. ഇത്തരം PRകൾക്ക് വേണ്ടി മുമ്പൊക്കെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ നമ്മുടെ എല്ലാം ഫോണിലേക്ക് മുഖ്യമന്ത്രി വിളിക്കാറുണ്ട്. മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ പിണറായി വിജയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന റെക്കോർഡഡ് കോളുകൾ വരാറുണ്ടായിരുന്നു. അതിൽ നിന്ന് ടെക്നോളജി വളർന്നപ്പോൾ അതിനൊപ്പം വളർന്നതാണ് ഈ സർക്കാരും ഇത്തരം PR ഗിമ്മിക്കുകൾ കാണിക്കുന്നത്. അപ്പൊ ഇന്ന് ഹൈക്കോടതി പറയുന്നുണ്ടല്ലോ, ഹൈക്കോടതിയുടെ ഉത്തരവ്, ഹൈക്കോടതിയുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ നിലപാടെന്ന് പറയുന്നത് സർക്കാരിന് എവിടെ നിന്നാണ് ഈ ഡേറ്റ കിട്ടിയത്, ഇത് എന്തിനു ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇത്തരം ഡേറ്റകൾ നമുക്കറിയാം ആരുടെയും ഡേറ്റ അല്ലെങ്കിൽ സ്വകാര്യതയാണ് ഒരു വ്യക്തിയുടെ ഡേറ്റ എന്ന് പറയുന്നത്. അത് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ കയ്യിൽ ഉണ്ട് എങ്കിൽ അത് ഇത്തരം സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ PR വർക്കിന് വേണ്ടി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് ഈ സർക്കാരിന് അറിയില്ലേ? അതോ PR വർക്കിന് വേണ്ടി അറിയില്ല എന്ന് നടിച്ചതാണോ? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. ഇനി ഇത്തരം സന്ദേശങ്ങൾ ആർക്കും അയക്കരുത്, അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്കെന്നല്ല ഒരാൾക്കും ഇത്തരം സന്ദേശങ്ങൾ അയക്കരുത് എന്നൊരു മെസ്സേജ് കൂടി ഹൈക്കോടതി പറയുന്നുണ്ട്. ഇത്തരം മെസ്സേജുകൾ വന്നു തുടങ്ങിയപ്പോൾ മുതൽ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇത് ശരിയായ രീതിയല്ല, സാധാരണക്കാരന്റെ ഡേറ്റയാണ് ചോർത്തിയിരിക്കുന്നത്. ഒരു വലിയ ഏജൻസിക്ക് മുന്നിൽ സാധാരണക്കാരുടെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഡേറ്റ എന്തിനു കൊടുക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ അടക്കമുണ്ടായിരുന്നു. അതിനൊന്നും സർക്കാർ ഉത്തരം പറഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ ഹൈക്കോടതി വീണ്ടും സർക്കാരിന് തിരിച്ചടിയാകുക തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായും സർക്കാർ നടപടി പ്രഥമ ദൃഷ്ട്യാ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ആളുകൾക്ക് ആവശ്യമില്ലാത്ത വിവരങ്ങളാണ് സർക്കാർ പ്രചരിപ്പിക്കുന്നതെന്നും കോടതി പറഞ്ഞു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്നാണ് സർക്കാരിനോട് കോടതി ആവർത്തിച്ച് ചോദിച്ചത്. കേസ് വീണ്ടും പരിഗണിക്കുന്നത് വരെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കില്ലെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഓഫീസിൽ നിന്ന് ഓരോ വ്യക്തിക്കും എത്ര സന്ദേശങ്ങൾ അയച്ചു എന്ന വിവരം വിശദമാക്കി സത്യവാങ്മൂലം നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കോടതി ശക്തമായ ഒരു വിയോജിപ്പ് തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നു. PR ഏജൻസി PR വർക്കിന് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനം രക്ഷപ്പെടുത്താൻ, സർക്കാരിന്റെ മുഖം രക്ഷപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള PR ഗിമ്മിക്കുകൾ നടത്തുന്നത്. ആ PR ഗിമ്മിക്കുകൾ കേരളത്തിലെ ജനങ്ങളുടെ സ്വത്ത്
സ്വത്തിനും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ നിലപാടാണ് കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. കോടതി നടപടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന ഒരൊറ്റ ആഗ്രഹത്തിന്റെ പേരിൽ പരമാവധി ജനങ്ങളിലേക്ക് സർക്കാരിന്റെ വികസന പദ്ധതികളും അത് കുറച്ച് പൊടിപ്പും തൊങ്ങലുമെല്ലാം ചേർത്ത് എത്തിച്ച ഭരണം പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോടികൾ ഉപയോഗപ്പെടുത്തി കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഈ പശ്ചാത്തലത്തിൽ കോടികൾ ചെലവഴിച്ചാണ് ഇത്തരത്തിൽ PR വർക്കുകൾ നടത്തുന്നത്. ഈ PR ഗിമ്മിക്കുകളിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ച സർക്കാരിനുള്ള തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അല്ല, ഈ വലിയ വികസനമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ, അത് ഏത് സർക്കാർ ആയാലും വലിയ വികസനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം വലിയ PR ഗിമ്മിക്കുകളുടെ ആവശ്യമില്ലല്ലോ. അതെന്തുകൊണ്ട് ഈ സർക്കാരിന് മനസ്സിലാകുന്നില്ല? തീർച്ചയായും ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ടെക്നോളജി വളർന്നതിന്റെ അടിസ്ഥാനത്തിൽ PR വർക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ നടത്തുന്നുണ്ട്. അത് കോൺഗ്രസ് ആയാലും BJP ആയാലും മുസ്ലിം ലീഗ് ആയാലും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ PR വർക്കുകളിലൂടെ തെരഞ്ഞെടുപ്പ് മുഖത്ത് നേരിടുന്ന വലിയ ഏജൻസികൾ, ഇതിനെല്ലാം വേണ്ടി വലിയ ഏജൻസികൾ തന്നെ രംഗത്തുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെല്ലാം മറികടന്ന് സർക്കാർ സംവിധാനം നേരിട്ട് ഉപയോഗപ്പെടുത്തി ആണ് സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ആ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തി സർക്കാർ അധികാരത്തിലേക്ക് നടന്നു കയറാനാണ് വീണ്ടും ശ്രമിക്കുന്നത്. ആ അധികാരത്തിലേക്ക് നടന്നു കയറാൻ ശ്രമിക്കുന്ന സർക്കാരിന് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ തിരിച്ചടിയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് മാത്രമല്ല, ഈ ഇത്രയും ആളുകളുടെ വിവരങ്ങൾ ഒരു സ്വകാര്യ ഏജൻസിക്ക് ലഭിക്കുമ്പോൾ, അവരുടെ ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ ഒരു സ്വകാര്യ ഏജൻസിക്ക് ലഭിക്കുമ്പോൾ ഇതിൽ വലിയ ഡാറ്റ കൊള്ള നടന്നിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും നിർണായകമായ ഒരു ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, വിശദമായ സത്യവാങ്മൂലം നൽകണമെന്ന കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈ കേസ് പരിഗണിക്കുന്നവരെ ഇനി ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ല എന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇത് സർക്കാരിനേറ്റ തിരിച്ചടിയാണ്. PR വർക്കിലൂടെ ജനങ്ങളെ കബളിപ്പിക്കാനും, അത് ഒരു ഭാഗത്ത് ജനങ്ങളെ കബളിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് ജനങ്ങളുടെ ഡാറ്റ ചോർത്തി ആ ഏറ്റവും തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി സ്വകാര്യ ഏജൻസികൾക്ക് നൽകുന്നതിലൂടെ സർക്കാരിന് ഇതിലൂടെ എന്ത് ലാഭം കിട്ടിയെന്ന് ചോദിച്ചാൽ, അത് സാമ്പത്തികമായി എന്തെങ്കിലും ലാഭം കിട്ടിയെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. എന്തായാലും കേരളം കണ്ട ഒരു വലിയ അഴിമതിയുടെ ഒരു മഞ്ഞുമലയാണോ ഇതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. എന്തായാലും കോടതിയിൽ നിന്നും ഉണ്ടായ തിരിച്ചടി സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇത്തരം PR ഗിമ്മിക്കുകൾ കാണിക്കുമ്പോൾ ഈ സർക്കാർ കരുതുന്നത് ഇതെല്ലാം വോട്ടായി മാറുമെന്നാണോ? ഇത്തരം വാട്സപ്പ് സന്ദേശങ്ങൾ റോഡിൽ, അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ട് സർക്കാർ ഇതൊക്കെ ചെയ്തു, ഇത്തരം PR ഗിമ്മിക്കുകൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു, എന്താണ് ക്ഷേമ പെൻഷൻ പോലും MV ഗോവിന്ദന് കൊടുത്തിട്ട് പിറ്റേ മറുവശത്ത് പാർട്ടിക്കാർ പറഞ്ഞു ചെയ്യിച്ചതാണ് എന്ന് പറഞ്ഞ് PR ഗിം, അല്ലെങ്കിൽ CPM-ന്റെയും സർക്കാരിന്റെയും PR പരാജയമാണ് എന്ന് CPI പോലും പറയുമ്പോൾ ഇത്തരം പുതിയ PR ഗിമ്മിക്കുകളുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വിജയിക്കാമെന്നാണോ കരുതുന്നത്? അതിനുള്ള തിരിച്ചടി കൂടിയല്ലേ ഹൈക്കോടതിയുടെ ഈ ഒരു തീർച്ചയായും PR വർക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ പുതിയ വോട്ടർമാരെ അവരുടെ മനസ്സ് കീഴടക്കാൻ, അല്ലെങ്കിൽ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഭരണപക്ഷവും സർക്കാരിനെതിരായ കാര്യങ്ങൾ പ്രതിപക്ഷവും PR വർക്കിലൂടെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് ആധുനിക സാമൂഹ്യ മാധ്യമങ്ങൾ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, X ഉൾപ്പെടെയുള്ള പഴയ ട്വിറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ടെലിവിഷൻ പരസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, പത്രമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങൾ വഴിയും ഇത്തരത്തിൽ PR ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡരികിലെല്ലാം സർക്കാരിന്റെ ഫ്ലക്സ് ബോർഡുകൾ, കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ കാണാം. ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഭരണത്തിലേറാമെന്നാണ് സർക്കാർ കരുതുന്നത്. പക്ഷേ പൊള്ളയായ കാര്യങ്ങൾ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ 2021 ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിക്കാൻ PR ഒരു പരിധിവരെ സഹായകരമായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇനിയും ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ CPM-ന് അനുകൂലമായി വിധി എഴുതുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാൻ തന്നെ ആണ് ഭാഗ്യമുള്ളത്.